നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വേരിക്കോസ് കുറയ്ക്കാനായിട്ട് യോഗയുടെ കുറച്ച് ഭാഗങ്ങളാണ് ചെയ്ത് നോക്കുക. വേരിക്കോസിന് ഒരുപാട് നല്ലൊരു ഇതാണ്. പക്ഷെ ഇതിന്റെ പഠിക്കാനുള്ള സ്റ്റെപ്പുകൾ പഠിച്ചതിന് ശേഷം വേണം. ആദ്യം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാല് മുട്ടിൻ്റെ അവിടെ മൂക്കിനോട് എത്തിയില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. ശ്വാസം ഹോൾഡ് ചെയ്ത് പഠിക്കുക. അത് പതുക്കെ പതുക്കെ നമ്മുടെ വയറിൻ്റെ ഇവിടെ കുറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ സമാധാനമായിട്ട് കിട്ടും. ഈ കാല് നൂർന്ന് തന്നെ ഇരിക്കാൻ ശീലിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് തുടങ്ങുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കണ്ടേ, കൈ നൂർത്തുമ്പോൾ ശ്വാസം ഉള്ളിൽ പിടിച്ചുകൊണ്ട് ആ ഹോൾഡ് ചെയ്തിട്ട് വേണം നമ്മുടെ കാലിൽ ഇങ്ങനെ പിടിക്കാനായിട്ട്. അപ്പൊ കാലിന്റെ വിരൽ ഇങ്ങനെ പൊക്കിയിട്ട് അതിൽ നമ്മൾ പതുക്കെ നുകരുമ്പോൾ എന്ത് ചെയ്യണം? ശ്വാസം വിടണം. അപ്പൊ എപ്പോഴും നുകരുമ്പോൾ ശ്വാസം വിടണമെന്ന് മാത്രം ഓർക്കുക. അത് എങ്ങോട്ട് ചെയ്താലും. ഇനി നമുക്ക് ഈ സെക്ഷൻ കാണിക്കാം. എല്ലാ രീതിയിലും ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മടുത്തില്ലാതിരിക്കാനാണ് പല രീതിയിലുള്ള വർക്കൗട്ട് സെക്ഷൻ ഇടുന്നത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ നിന്നിട്ട് ഈ കൈ ഇവിടെ ഇങ്ങനെ മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഈ മുട്ട് വളയാതെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ മുട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് കാല് പിടിക്കുക. ഇങ്ങനെ അത് കഴിഞ്ഞ് കഴിയുമ്പം അത് കാല് പിടിക്കാൻ പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കൈ ഇങ്ങനെ എടുത്തിട്ട് ഇത് പഠിക്കുമ്പോൾ നടുവ് നമ്മുടെ പതുക്കെ ഒന്ന് പുറകോട്ടൊന്ന് ആഞ്ഞിട്ട് കൈ പിടിച്ചാൽ ഇതിങ്ങനെ നമുക്ക് ഈ കാല് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റും. എന്നിട്ട് വീണ്ടും നിവർന്നിട്ട് ഇങ്ങോട്ടും പിടിക്കുക. അപ്പൊ നമ്മുടെ ഈ കാലിങ്ങനെ നിവർന്ന് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നമ്മുടെ ഈ കാല് വിരലാണ് നമ്മളിങ്ങനെ പൊക്കി പിടിക്കണം. അപ്പം വേണം നമുക്ക് ഇവിടെ ഇങ്ങനെ കൈ കൊടുക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഈ കാലിങ്ങനെ പൊക്കി പിടിക്കുക. അപ്പൊ നമുക്ക് കാലിങ്ങനെ സ്ട്രെച്ച് ആയിട്ടിരിക്കും. ഇവിടെ നല്ല വലിവ് കിട്ടും, രക്തോട്ടം കൂടും. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ശ്വാസം ഉള്ളിൽ വെക്കുക. നുകരുമ്പോൾ ശ്വാസം വരും. നമുക്ക് ആദ്യം നമ്മൾ സ്റ്റഡി ആയിട്ട് നുകർന്നു നിന്നു. കാല് ജസ്റ്റ് ഒന്ന് അകത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഹിപ്പ് ഇങ്ങനെ പതുക്കെ പുറകോട്ടൊന്ന് വളയ്ക്കണം. പുറകോട്ട് വളച്ചിട്ട് മുട്ട് മടക്കാതെ ഈ കാലുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. ആദ്യം നിങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല. ആദ്യം ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ കഴിയുന്നത്ര ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹിപ്പ് വളച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് പതുക്കെ പതുക്കെ വരിക. അപ്പൊ മുട്ട് വളയ്ക്കാതെ എന്തോരം ശ്രമിക്കുന്നു അതനുസരിച്ച് വേണം. പിന്നെ ഇത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നന്നായിട്ട് പെയിൻ ഉണ്ടാവും. അപ്പൊ ആ പെയിൻ മാറാനായിട്ട് നിങ്ങൾ ഈ ഒരു സെക്ഷനിലൂടെ ഈ കൂടെ ചെയ്യേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാലിങ്ങനെ പൊങ്ങണം, താഴെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചവിട്ടി കളയുക. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും കിടക്കുക. കാല് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ മൂക്ക് ഇങ്ങോട്ട് മുട്ടിക്കുക. എന്നിട്ട് മറ്റേ കാല് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. പതുക്കെ അപ്പുറത്തെ കാലിലെടുത്തു ഇങ്ങനെ മൂക്ക് മുട്ടിക്കുമ്പോൾ ശ്വാസം ഉള്ളിൽ പിടിക്കുക. രണ്ട് കാലോടെ ഒന്നിച്ച് പിടിക്കുക. കൈ കെട്ടണം. ശ്വാസം ഉള്ളിൽ പിടിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ഡീപ് ബ്രീത്ത് ചെയ്യുക. പതുക്കെ റിലാക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എപ്പോഴും സൈഡിലോട്ട് ചെരിഞ്ഞിട്ട് വേണം ഏറ്റിരിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഭിത്തിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ കാലൊന്ന് മടക്കി വെക്കുക. പിന്നെ നടുവിൽ വെച്ച് നിർത്തുക. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നന്നായിട്ട് വെരിക്കോസ് വെയിൻ കുറയാനും. കാല് നിവർത്തി കിടന്നു, ഇതിങ്ങനെ മടക്കി വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഈ കാലിൻ്റെ ഇവിടെ പിടിച്ചിട്ട് ബോഡി ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബാലൻസ് നിങ്ങളാർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പഠിക്കുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ നമ്മളിങ്ങനെ കിടക്കുക. ഭിത്തിയിലോട്ട് നമുക്ക് ചേർന്ന് ഇങ്ങനെ കിടക്കാം. അത് നമ്മുടെ കാല് നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്ന് വെക്കുക. അപ്പോൾ നന്നായിട്ട് പമ്പിങ് കറക്റ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നീട് പതുക്കെ ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെക്കാൻ ശ്രമിക്കുക. വീണ്ടും ബോഡി ഇങ്ങനെ ശരിക്കും അടുപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ വലിച്ച് പുറകോട്ട് പിടിക്കുക. ഒന്ന് റിലാക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമുക്കിങ്ങനെ നമ്മുടെ തലയും കൂടെ ഒന്ന് കൂട്ടി പിടിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് റിലാക്സ് ചെയ്യുക. നമ്മൾ നേരെ ഫ്രീ ആയിട്ട് കിടന്നു. കൈ ഇവിടെ ഇങ്ങനെ വെച്ചു. ആദ്യം നമ്മുടെ കാലിങ്ങനെ ഒന്ന് പൊക്കി പിടിക്കുക. കാലിങ്ങനെ പൊക്കി പിടിച്ചിട്ട് കാലിങ്ങനെ പൊക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ട് ആദ്യം നമ്മുടെ കൈ ഇങ്ങനെ ഇതിങ്ങനെ ഇവിടെ കുത്തളവ് ഈ ഒരു പോസ്റ്ററിൽ നിന്നിട്ട് നമ്മുടെ കാല് പതുക്കെ മടക്കിയിട്ട് കൈ നിലത്തൂന്നി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ശ്വാസം കൊണ്ടിരിക്കണം. കാല് പതുക്കെ മടക്കിയിട്ട് വീണ്ടും നടുവ് താത്തി ശ്വാസം വിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുക. പതുക്കെ ഏറ്റിരിക്കുക. അപ്പം ഇതൊന്നും പഠിക്കുക. താങ്ക് യു.